ഹായ് ഓൾ. നമ്മളപ്പോൾ ഇന്നത്തെ നോട്ട്സ് നോക്കാൻ പോവുകയാണ്. നമ്മളിന്ന് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്നുള്ള പാട്ടാണ് നോക്കുന്നത്. ടെലഗ്രാമിൽ നമ്മളിതിൻ്റെ നോട്ട്സ് ഇംഗ്ലീഷിലുള്ള നോട്ട്സ് ആദ്യമേ തന്നിരുന്നു. അപ്പം കുറച്ച് പേര് അതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു, എനിക്ക് ജിക്ക് നമ്മൾ സമയം കിട്ടുമ്പോൾ മെല്ലെ മെല്ലെ ആയിട്ടായിരിക്കും ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദീകരണമാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ. ഇന്ത്യയിൽ എത്ര ടൈപ്പ് മണ്ണിനങ്ങളുണ്ട്, ഏതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മണ്ണിനങ്ങളെ താഴെ പറയുന്നവയായി വർഗീകരിച്ചിരിക്കുന്നു. അതായത് ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം. ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ മണ്ണിനങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ. എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽസ്. രണ്ടാമത്തെ കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽസ്. കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽസ്. മൂന്നാമത്തെ ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണ്. ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണ്. റെഡ് ആൻഡ് യെല്ലോ സോയിൽസ്. റെഡ് ആൻഡ് യെല്ലോ സോയിൽസ്. നാലാമത്തെ ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ്. ലാറ്ററൈറ്റ് സോയിൽസ്. ലാറ്ററൈറ്റ് സോയിൽസ്. അഞ്ചാമത്തെ വരണ്ട മണ്ണ് അഥവാ അരിഡ് സോയിൽസ്. 6 ലവണമണ്ണ്. സലൈൻ സോയിൽസ്. ലവണമണ്ണ് അഥവാ സലൈൻ സോയിൽസ്. 7 പീറ്റ് മണ്ണ് അഥവാ പീറ്റി സോയിൽസ്. 8 വനമണ്ണ് അഥവാ ഫോറസ്റ്റ് സോയിൽസ്. വനമണ്ണ് അഥവാ ഫോറസ്റ്റ് സോയിൽസ്. ഈ 8 നമ്മുടെ ഇന്ത്യയിലെ പ്രധാന മണ്ണിനങ്ങൾ. ഒന്നാമത്തെ എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ എന്താണെന്ന് നോക്കാം. എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽസ് നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 42% കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 42% കാണപ്പെടുന്ന മണ്ണിനുമാണ് എക്കൽ മണ്ണ്. നദികളും അരുവികളും വഹിച്ചുകൊണ്ടുവന്ന് നിക്ഷേപിക്കപ്പെട്ട മണ്ണാണിത്. നദികളും അരുവികളും വഹിച്ചുകൊണ്ടുവന്ന് നിക്ഷേപിക്കപ്പെട്ട മണ്ണാണിത് എക്കൽ മണ്ണ്. ഉപദ്വീപീയ മേഖലയിൽ കിഴക്കൻ തീരത്തും നദീ താഴ്വാരങ്ങളിലും ഇവ കാണപ്പെടുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഉപദ്വീപീയ മേഖലയിലും കിഴക്കൻ തീരത്തും നദീ താഴ്വാരങ്ങളിലുമാണ് ഈ എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. എക്കൽ മണ്ണിൻ്റെ നിറം ഇളം ചാരനിറം മുതൽ കടും ചാരനിറം വരെ വ്യത്യാസപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ നിറം ഏതാണ്, അത് എവിടെയൊക്കെയാണ് കാണുന്നതെന്നൊക്കെ പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മണ്ണിൻ്റെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എക്കൽ മണ്ണിൻ്റെ നിറം ഇളം ചാരനിറം മുതൽ കടും ചാരനിറം വരെ വ്യത്യാസപ്പെടുന്നു. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ. നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ തുടങ്ങിയവയാണ് എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ. ലോവർ ഗംഗ, ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ് ചണം കൃഷിക്ക് അനുയോജ്യമാണ്. ലോവർ ഗംഗ, ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ് ചണം കൃഷിക്ക് അനുയോജ്യമാണ്. പൊട്ടാഷ് സമ്പന്നവും അതേസമയം ഫോസ്ഫറസ് ശുഷ്കവുമായ മണ്ണാണിത്. പൊട്ടാഷ് സമ്പന്നവും അതേസമയം തന്നെ എന്താണ്, ഫോസ്ഫറസ് ശുഷ്കവുമായ മണ്ണാണിത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനും ഏതാണ്? എക്കൽ മണ്ണ് തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനും എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമുള്ള മണ്ണും എന്താണ്? എക്കൽ മണ്ണ് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠിയുള്ള മണ്ണും എക്കൽ മണ്ണ് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള മണ്ണും എക്കൽ മണ്ണ് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള മണ്ണും എക്കൽ മണ്ണാണ്.
പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം എന്താണ്? എക്കൽ മണ്ണാണ്. പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനവും എക്കൽ മണ്ണ് തന്നെയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പഞ്ചാബ്, ഹരിയാന, ഗംഗ, ബ്രഹ്മപുത്ര താഴ്വര എന്നിവയ്ക്ക് പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ്. അടുത്തത് കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ. കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ എന്താണെന്ന് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. അതേപോലെ എക്കൽ മണ്ണ് എവിടെയാണ് കാണുന്നത്? നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലുമാണ് എക്കൽ മണ്ണ് കാണപ്പെടുന്നത്. പക്ഷെ കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ജലസംഭരണ ശേഷി കൂടിയ മണ്ണാണ്. ജലസംഭരണ ശേഷി കൂടിയ മണ്ണാണ്. കറുത്ത പരുത്തിമണ്ണ് രൂപം കൊള്ളുന്നത് ബസാൾട്ട് ശിലയിൽ നിന്നാണ്. കറുത്ത പരുത്തിമണ്ണ് രൂപം കൊള്ളുന്നത് എവിടെ നിന്നാണ്? ബസാൾട്ട് ശിലയിൽ നിന്നാണ്. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണിനുമാണ് കറുത്ത മണ്ണ്. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണിനുമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് ഏത് പേരിലും കൂടി അറിയപ്പെടുന്നു? ചെർണോസം. ചെർണോസം. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിലാണ് ഈ മണ്ണ് കാണപ്പെടുന്നത്. അപ്പം സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലാണ് ഈ മണ്ണ് കാണപ്പെടുന്നത്. കൃഷ്ണ, ഗോദാവരി നദികളുടെ ഉയർന്ന ഭാഗങ്ങൾ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കറുത്ത മണ്ണ് വളരെ ആഴത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ്? കൃഷ്ണ, ഗോദാവരി നദികളിലെ ഉയർന്ന ഭാഗങ്ങൾ, കൃഷ്ണ ഗോദാവരി നദികളിലെ ഉയർന്ന ഭാഗങ്ങൾ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കറുത്ത മണ്ണ് വളരെ ആഴത്തിൽ കാണുന്നു. റിഗർ മണ്ണ് എന്നും കറുത്ത പരുത്തി മണ്ണ് അഥവാ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും വിളിക്കുന്ന മണ്ണിനുമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ. കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ പരുത്തി, നിലക്കടല, ഗോതമ്പ്, ജോവർ, കരിമ്പ്. പരുത്തി, നിലക്കടല, ഗോതമ്പ്, ജോവർ, കരിമ്പ് എന്നിവയാണ് കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ. കുറഞ്ഞ തോതിലുള്ള ജല ആഗിരണ ശേഷിയും ജലനഷ്ടവും കാരണം കറുത്ത മണ്ണിന് ഏറെക്കാലം ഈർപ്പം നിലനിർത്താനുള്ള ശേഷിയുണ്ട്. അതായത് കുറഞ്ഞ തോതിലുള്ള ജല ആഗിരണ ശേഷിയും ജലനഷ്ടവും, ആഗിരണശേഷിയുണ്ട്, ജലനഷ്ടവും കാരണം കറുത്ത മണ്ണിന് ഏറെക്കാലം ഈർപ്പം നിലനിർത്താനുള്ള ശേഷിയുണ്ട്. ഈ പ്രത്യേകത കൊണ്ട് തന്നെ മഴയെ ആശ്രയിച്ചുകൊണ്ടുള്ള കാർഷിക വിളകൾ വരൾച്ചാ കാലത്തും അതിജീവിക്കുന്നു. വരൾച്ച കാലത്തും അതിജീവിക്കുകയാണ് ഈ ഒരു വിളയുടെ പ്രത്യേകത. അപ്പോൾ എവിടെയൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പരുത്തി എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. പരുത്തി, നിലക്കടല, ഗോതമ്പ്, ജോവർ, കരിമ്പ്. അപ്പോൾ എന്തെങ്കിലും ഓർത്ത് വെക്കാനുള്ള കോഡൊക്കെ ഉണ്ടെങ്കിൽ കോഡ് വെച്ച് പഠിച്ചോളൂ. വേണമെങ്കിൽ പനി, ഖജോ എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി മണ്ണിനങ്ങൾ നാളെ ഇടുന്നതായിരിക്കും.